എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്ന ആദിയുടെ സ്കൂളാണ്. ആദിയുടെ ഫ്രണ്ട്സിനോട് ആദ്യം പറയുന്നു, നിങ്ങൾ പോയി സൂരജിനെ വിളിച്ചുകൊണ്ട് ഒരു ചേട്ടൻ വിളിക്കുന്നെന്ന് പറയാൻ പറയുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ സൂരജും ചിപ്പിയും ചിപ്പിയുടെ കൂട്ടുകാരിയും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ഓരോന്നൊക്കെ പറയുകയാണ്. ആ സമയത്താണ് കൂട്ടുകാരൻ ചെന്നിട്ട് പറയുന്നത്, നിന്നെ വിളിക്കണമെന്ന് പറയുന്നു. അങ്ങനെ സൂരജ് ആദിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ സൂരജ് ചോദിക്കുന്ന, ആദിച്ചേട്ടനോ? അതേടാ, ഞാൻ നിൻ്റെ സീനിയറാണ്, ഞാൻ പറയുന്നത് നീ എല്ലാം അനുസരിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പം ആദ്യം സൂരജ് പുച്ഛത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ഉടനെ അവൻ്റെ ഷൂവിൻ്റെ ലൈസ് അഴിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, കെട്ടിത്തരാൻ പറയുന്നു. അപ്പോൾ സൂരജ് ചോദിക്കുന്നു, ഞാൻ അതിനെ കെട്ടില്ല എന്ന് പറയുന്നു. കെട്ടിടാന്ന് പറയുന്നു. അങ്ങനെ സൂരജിനെ കൊണ്ട് ഷൂ കെട്ടിക്കുന്നു. എന്നിട്ട് ആദ്യം പറയുന്നു, ഇനി ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ സൂരജ് നല്ലൊരു തെറിയും പറഞ്ഞിട്ട് അങ്ങ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ചിപ്പി വരുന്നു, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. നീയും ഞാൻ പറയുന്നത് മുഴുവൻ അനുസരിക്കണം എന്നുള്ള രീതിയിൽ ആദ്യം ചിപ്പിയോടും അതേ രീതിയിൽ തന്നെ പെരുമാറുകയാണ്. പിന്നീട് കാണിക്കുന്നത് മഹേഷും അനുഗ്രഹയുടെ അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേഷിനോട് കാര്യങ്ങളൊക്കെ അരുന്ധതി ഇങ്ങനെ പറയുകയാണ്, ഞാൻ വന്നത് ഓഫീഷ്യൽ കാര്യത്തിനൊന്നുമല്ല, മഹേഷിനെ കാണാൻ വേണ്ടിയായിട്ടാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അനുഗ്രഹയുടെ ഒറ്റപ്പെട്ട ജീവിതത്തെക്കുറിച്ചും അവൾ ആരും ഇല്ല, അങ്ങനെ അവൾ കല്യാണക്കാരും പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം മഹേഷിന് സന്തോഷമാകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് നടത്താമെന്ന് പറയുന്നു. അപ്പോൾ ആരാന്ന് ചോദിക്കുന്നു. അത് വിനോദാണെന്ന് പറയുന്നു. അങ്ങനെ മഹേഷ് പറഞ്ഞാൽ വിനോദ് കേൾക്കുമല്ലോ എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അനുഗ്രഹയും വരുന്നു. അപ്പം മഹേഷ് ചോദിക്കുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ 3 പേരും കൂടെ ഓരോന്നൊക്കെ സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ മഹേഷ് അവിടുന്ന് പോവുകയാണ്. നമുക്ക് ഉറപ്പിക്കാം, എന്താണെന്ന് വെച്ചാലും ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പം അങ്ങനെ ഇറങ്ങി അവരങ്ങ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന ഇഷിതയുടെ വീട്ടിലാണ്. ഇഷിതയുടെ വീട്ടിലും ഇതുപോലെ ഇഷിതയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷിതയും സുചിത്ര അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അമ്മയോട് പറയുന്നു, അമ്മ ഇന്നലെ പറഞ്ഞ കാര്യം അച്ഛൻ്റെ അടുത്ത് പറയാൻ പറയുന്നു. അപ്പം പ്രിയാമണി അച്ഛനോട് പറയുന്നു, ഇവർക്ക് എന്തോ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നു, എന്തിന് മൂന്നാമതൊരാൾ, നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇഷിത പറയുന്നു, ഇങ്ങനെ സുചിത്രയ്ക്ക് ഒരാളെ ഇഷ്ടമാണെന്നും വിനോദിൻ്റെ കാര്യം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നു, ആണോ സുചിത്രേ, ഞാൻ പറഞ്ഞാൽ നീ സമ്മതിക്കുള്ളൂ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സുചിത്ര ഉടനെ പറയുന്നു, അച്ഛൻ പറഞ്ഞാൽ മാത്രമേ സമ്മതിക്കുള്ളൂ എന്ന് പറയുന്നത്, എങ്കിൽ അത് ശരിയല്ലല്ലോ എന്ന് പറയുന്നു. അപ്പം ഇഷിത അവളുടെ അടുത്ത് എന്തോ പറഞ്ഞു കൊടുക്കുന്നു. അപ്പം സുചിത്ര പറയുന്നില്ല, അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവനെ കിട്ടുള്ളൂ എന്ന് പറയുന്നു, ഇങ്ങനെ വേണം എന്ന് പറയുന്നു. അപ്പോൾ ഇഷിത പറയുന്നു, പ്രിയാമണി പറയുന്നു രാമനാഥൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയുന്നു. അപ്പോൾ ഇഷിത പറയുന്നു, ഇപ്പോൾ വേണ്ട, മഹേഷ് പറയുന്നത് മാത്രമേ വിനോദം അനുസരിക്കത്തുള്ളൂ, മഹേഷ് ഇപ്പോൾ ഒരു പ്രശ്നത്തിലാണ്, കമ്പനിയുടെ എന്തോ പ്രശ്നത്തിലാണ്, അതുകൊണ്ട് അതൊക്കെ ഒന്ന് തീരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ സുചിത്രയ്ക്ക് അത് കേട്ട് സന്തോഷമാവുന്നു. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വിനോദിൻ്റെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ അവരത് പറഞ്ഞതിന് ശേഷം വീണ്ടും അനുഗ്രഹയെ അമ്മയും കാണിക്കുകയാണ്. അമ്മ ഇങ്ങനെ തനിച്ചിരിക്കുകയാണെന്ന് പറയാം, അവളെ ജോലിക്ക് വിടണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായല്ലോ എന്ന് പറയാം. അപ്പോഴത്തേനും അനുഗ്രഹം കയറി വരികയാണ്. മോളെ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നു. അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്, കല്യാണത്തിന് അച്ഛനെ വിളിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യത്തില്ല, പക്ഷേ അവർ പറയുന്നു അച്ഛന് വേറെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്തോളാൻ പറയുന്നു. എന്നിട്ട് പെട്ടെന്ന് അമ്മ ചോദിക്കുന്നു, മോളെ വിനോദിന് വേറെ ആരെങ്കിലും ഇഷ്ടമാണെങ്കിലോ എന്ന്. അപ്പോൾ അനുഗ്രഹം പറയുന്നു, അവൻ എന്നോട് പറയാത്തതായിട്ടൊന്നുമില്ലല്ലോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മ എന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്വപ്നവല്ലിയും മഞ്ജിമയും കൈലാസും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മഞ്ജിമയാണെങ്കിൽ ഇഷിതയെ തന്നെ കുറ്റം പറയുന്നു, അവളൊന്നിനും അടുക്കത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അകത്താണെങ്കിൽ ഇഷിത ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിപ്പി അടുത്തേക്ക് വരുന്നു. അപ്പോൾ ചിപ്പിയോട് ഇങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹേഷും അങ്ങോട്ടേക്ക് വരികയാണ്. മഹേഷ് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം ചിപ്പിക്ക് ഒരു ചോക്ലേറ്റ് ഒക്കെ മഹേഷ് കൊടുക്കുന്നു. അപ്പോൾ ഇഷിത പറയുന്നു, ഇതിങ്ങനെ ശീലമാക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിനുശേഷം ഇഷിത പറയുകയാണ്, നമുക്ക് കൈലാസിൻ്റെ ഒരു കാര്യത്തിലൊരു തീരുമാനമൊക്കെ ആക്കണ്ടേ എന്ന് ചോദിക്കുന്നു. ഞാനൊരു 25 ലക്ഷം തരാമെന്ന് പറയുന്നത്. അങ്ങനെ 25 ലക്ഷത്തിൻ്റെ ചെക്ക് എടുത്തു കൊടുക്കുകയാണ്. മഹേഷ് ഇങ്ങനെ ഇഷിതയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് പുറത്ത് ഈ ചർച്ചാ വിഷയം നടക്കുന്നത്. നാത്തു അവൾ പറയുന്നുണ്ടാകും കൊടുക്കേണ്ട, മഞ്ജിമ പറയുകയാണ് അതുകൊണ്ടായിരിക്കും. അപ്പോഴത്തേനാണ് മഹേഷ് ചെക്കുമായിട്ട് വരുന്നത്. കൈലാസ് ഇത് കാണുന്നു, കൈലാസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇഷിതയെ മഞ്ജിമ കുറ്റം പറയുന്നു. അപ്പം മഹേഷ് പറയുന്നു, ഇതിലൊരു ചെക്ക് ഇഷിതയുടെയാണ്, അവൾ സമ്പാദിച്ച പണമാണെന്ന് പറയും. അപ്പോഴത്തേനും ഉടനെ മഞ്ജിമ പ്ലേറ്റ് മാറ്റുകയാണ്. അയ്യോ, അങ്ങനെ ഇഷിതയെ പൊക്കി പറയണം. അപ്പോൾ ഇഷിത അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ പൊക്കി പറയുന്ന സമയത്ത് സ്വപ്ന വലർന്നതിന് നീ കൂടുതലൊന്നും പറയണ്ട, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറയുന്നു. അപ്പം മഹേഷ് പറയുന്നു, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഇഷിത പറയുന്നു, എനിക്കും കുറച്ച് വർക്കുണ്ട്, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം എന്ന് പറയുന്നു. അപ്പോൾ അവരോട് കഴിക്കാൻ പറയുകയാണ്.
അങ്ങനെ കൈലാസാണെങ്കിൽ ഇത് കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ പൈസ കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ അറമാദിച്ച് നിൽക്കുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.